ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് HSA മാത്തമാറ്റിക്സിൽ മൊഡ്യൂൾ 1 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഫസ്റ്റ് പാർട്ടാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് നമ്മളുടെ 10th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്നതാണ്. അവിടെ തൊട്ടേ നമുക്കറിയാം എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, എങ്ങനെ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യാന്നുള്ളത്. പിന്നെ +1 എത്തുന്ന സമയത്ത് നമ്മൾ 10th ക്ലാസ്സിൽ ഞാനൊരു പോർഷൻ എത്തുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. +1 നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ വരുന്നത് കോംപ്ലക്സ് നമ്പറാണ്. ഓക്കെ, ആദ്യം നമുക്ക് എന്താണ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? ദ്വിമാന സമവാക്യങ്ങൾ എന്ന് പറയും. ദ്വിമാന സമവാക്യങ്ങൾ, ഓക്കെ, രണ്ടാംകൃതി സമവാക്യങ്ങൾ. പവർ വെച്ചിട്ട് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ മലയാളം നമ്മൾ പറഞ്ഞിരുന്നു. സെക്കൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാംകൃതി സമവാക്യങ്ങൾ എന്നായിരുന്നു നമ്മൾ 10th ക്ലാസ്സിൽ അതിൻ്റെ പേര്. ഇതിന് ദ്വിമാന സമവാക്യങ്ങൾ എന്നും പറയും കേട്ടോ. അപ്പോൾ AX² + BX + C = 0 where A, B and C are constant and A not equal to 0. This is the general formula for a quadratic equation. ഇതാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സാമാന്യ രൂപം അഥവാ ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. അഥവാ എക്സിന് സ്ക്വയർ വരുമ്പോഴാണ് നമ്മൾ അതിന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. എക്സിൻ്റെ പവർ 2 വരുമ്പോഴാണ് നമ്മൾ അതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ AX² + BX + C = 0 എന്ന് വരുമ്പോൾ എക്സിൻ്റെ പവർ 2 വരണം. ഓക്കെ, ഈ A ≠ 0 പറയാൻ കാരണം എന്താ അറിയോ? ഇപ്പോൾ X² കോഎഫിഷ്യൻ്റ് ആണല്ലോ A 0 ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ X² ഉണ്ടാവില്ല. അപ്പോൾ അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവില്ല. അതുകൊണ്ടാണ് A ≠ 0 എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ABC എന്നിവ സ്ഥിരാങ്കങ്ങളും A ≠ 0 AX² + BX + C = 0 എന്ന സമവാക്യത്തെ ദ്വിമാന സമവാക്യത്തിൻ്റെ സാമാന്യ രൂപം എന്ന് പറയുന്നു. അതാണ് നമ്മളെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. റൂട്ട്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ AX² + BX + C = 0. സമവാക്യത്തിൻ്റെ മൂല്യഗണം കാണാൻ ഉപയോഗിക്കുന്ന ക്വാഡ്രാറ്റിക് ഫോർമുലയാണ് x = -b ± √b² - 4ac / 2a എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ വരുന്ന വേറൊരു സംഭവമാണ് ഡിസ്ക്രിമിനൻ്റ് വിവേചകം. ഈ ഡിസ്ക്രിമിനൻ്റ് കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ 10th ക്ലാസ് വരെ നമ്മൾ പഠിച്ചത് b² - 4ac <= 0 ആയി കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻ ഇല്ല എന്നാണ് പഠിച്ചത്. നോ റിയൽ സൊല്യൂഷൻ എന്നാണ് നമ്മൾ പറയാം. റിയൽ സൊല്യൂഷൻ ഇതിനില്ല, പക്ഷെ ഇതിനൊരു ഇമാജിനറി സൊല്യൂഷൻ ഉണ്ട്. അതിനെ നമ്മൾ പറയുന്നത് കോംപ്ലക്സ് നമ്പർ എന്നാണ് പറയാം. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ I എന്ന് പറയുന്ന ഒരു ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കോംപ്ലക്സ് നമ്പറിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ b² - 4ac > 0 ആണെന്നുണ്ടെങ്കിൽ 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട് ഉണ്ടാവും, 2 വ്യത്യസ്ത റൂട്ടുകൾ ഉണ്ടാവും. ദെൻ b² - 4ac = 0 ആണെന്നുണ്ടെങ്കിൽ 2 ഈക്വൽ റിയൽ റൂട്ട് ആയിരിക്കും. ഇതിനുള്ള 2 റൂട്ടുകളും ഈക്വൽ ആയിരിക്കും. ഇനി b² - 4ac <= 0 ആണെന്നുണ്ടെങ്കിൽ കോംപ്ലക്സ് റൂട്ടാണ് അവിടെ വരിക, അതൊരു റിയൽ റൂട്ട് അല്ല. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ I എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, alpha and beta are 2 roots of the quadratic equation AX² + BX + C = 0. Then alpha + beta = -b/a, alpha × beta = c/a. ഈ ഒരു സംഭവം പഠിച്ചു വരണം കേട്ടോ. നമ്മളുടെ സിലബസ് പറയുന്ന സമയത്ത് അവിടെ പറയുന്നതാണ് റിലേഷൻ ബിറ്റ്വീൻ റൂട്ട് ആൻഡ് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞൊരു സംഭവം. അതാണ് നമ്മളുടെ സിലബസിൽ നമുക്ക് മെയിനായിട്ട് കാണുന്നത്. ഈ ആൽഫയും ബീറ്റയും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് കേട്ടോ. റിലേഷൻ ബിറ്റ്വീൻ റൂട്ട് ആൻഡ് കോഎഫിഷ്യൻ്റ് എന്നാണ് നമ്മുടെ സിലബസിൽ തന്നെ പറയുന്നത്. അതായത് 2 റൂട്ടുകൾ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് പവർ എത്രയാണോ അഥവാ ഡിഗ്രി എത്രയാണോ അത്രയും സൊല്യൂഷൻ ഉണ്ട് എന്നാണ് പറയാം. അപ്പോൾ X² എന്ന് പറയുമ്പോൾ അവിടെ 2 സൊല്യൂഷൻ ഉണ്ട്. അതിലൊരു സൊല്യൂഷന് ആൽഫ എന്നും മറ്റൊരു സൊല്യൂഷന് ബീറ്റ എന്നും എടുത്തു കഴിഞ്ഞാൽ ആൽഫ + ബീറ്റ എന്ന് പറയുന്നത് -b/a ആണ്. ശ്രദ്ധിക്കണം, മൈനസ് ഇക്വേഷനിലുള്ള മൈനസ് ആണ്. ഇനിയിപ്പോൾ ഇവിടെ -b എന്നാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു മൈനസ് കൂടി അവിടെ കൊടുക്കണം, അപ്പോൾ പോസിറ്റീവ് ആവും കേട്ടോ. സൊല്യൂഷൻസ് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് പഠിച്ചു വെക്കുക. ആൽഫ + ബീറ്റ = -b/a, ആൽഫ × ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ c/a ആണ്. ഇനിയൊരു റൂട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു മെത്തേഡാണിത്. x² - സം ഓഫ് റൂട്ട് അഥവാ ആൽഫ + ബീറ്റ × x + പ്രൊഡക്റ്റ് ഓഫ് റൂട്ട് അഥവാ ആൽഫ × ബീറ്റ. ഇത്രയാണ് നമുക്ക് മെയിനായിട്ടൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ക്വാഡ്രാറ്റിക് അതേപോലെ ഒരു സൊല്യൂഷൻ കാണുന്ന ഒരു മെത്തേഡും കൂടി ഉണ്ട്, പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻസ് പഠിച്ചു വെക്കും കേട്ടോ. ആൽഫ + ബീറ്റ -b/a, ആൽഫ × ബീറ്റ c/a, ദെൻ ഇക്വേഷൻ ഫോം ചെയ്യുന്ന മെത്തേഡും. ഓക്കെ,
കണ്ടീഷൻസ് ഫോർ കോമൺ റൂട്ട് വരാനുള്ള കണ്ടീഷൻസ് ആണ് പറയുന്നത്. രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ a1x² + b1x + c1 = 0, a2x² + b2x + c2 = 0 have common root, then a1x² + b1x + c1 = 0, a2x² + b2x + c2 = 0 എന്നീ സമീകരണങ്ങൾക്ക് അഥവാ സമവാക്യങ്ങൾ കേട്ടോ പൊതുമൂല്യങ്ങൾ ഉണ്ടായിരിക്കാനുള്ള നിബന്ധന ആ കോഎഫിഷ്യൻറ്റുകളുടെ റേഷ്യോ സെയിം ആയിരിക്കണം. അഥവാ a1/a2 = b1/b2 = c1/c2 ആയിരിക്കണം. ദെൻ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്യുന്ന കുറച്ച് മെത്തേഡുകളാണ്. ഒരു 3 മെത്തേഡുകളാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. മൂല്യങ്ങൾ കാണുന്ന രീതി. ഒന്ന് ക്വാഡ്രാറ്റിക് ഫോർമുല, നമ്മളുടെ ഈക്വേഷൻ -b ± √b² - 4ac/2a എന്ന് പറയും. രണ്ടാമത്തത് ഫാക്ടറൈസേഷൻ അഥവാ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം എന്ന് പറയും. ഫാക്ടേഴ്സ് ആക്കുക അഥവാ സം = നമ്മളുടെ ആ ജനറൽ ഫോർമുല ഉണ്ടല്ലോ x² + സം എന്നൊക്കെ പറയണ്ടേ, അതേ മെത്തേഡിൽ കേട്ടോ. എക്സിൻ്റെ കൂടെയുള്ള നമ്പർ സമ്മായിട്ട് കിട്ടണം. ഈ x² നമ്പറും കോൺസ്റ്റൻറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് പ്രൊഡക്റ്റ് ആയിട്ട് വരണം. അങ്ങനെ രീതിയിൽ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യും. നമുക്ക് ക്വസ്റ്റ്യൻസ് പറയാം കേട്ടോ. ദെൻ സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്. 10ാം ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. ആഡ് ദ സ്ക്വയർ ഓഫ് ഹാഫ് ഓഫ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ പകുതിയുടെ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യും, രണ്ട് ഭാഗത്തും ആഡ് ചെയ്യും. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. ഒന്ന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോർമുല ax² + bx + c = 0 എന്നാണ് അതിൻ്റെ സാമാന്യ രൂപം അഥവാ ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. അവിടെ a not = 0 ആയിരിക്കണം. പിന്നെ റൂട്ടിൻ്റെ റിലേഷൻ ബിറ്റ്വീൻ കോഎഫിഷ്യൻ്റ് ആൻഡ് റൂട്ട് ആൽഫ + ബീറ്റ = -b/a, ആൽഫ × ബീറ്റ = c/a. പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യുന്നത് x² - സം ഓഫ് റൂട്ട് അഥവാ ആൽഫ + ബീറ്റ × എക്സ്, ദെൻ പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് റൂട്ട് ആൽഫ × ബീറ്റ. ഓക്കെ, പിന്നെ സൊല്യൂഷൻ കാണുന്ന മെത്തേഡുകൾ ഒന്ന് ക്വാഡ്രാറ്റിക് ഫോർമുല, ദെൻ ഫാക്ടറൈസേഷൻ അഥവാ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം, ദെൻ സ്ക്വയർ കംപ്ലീഷൻ. ഓക്കെ, നമുക്കിനി ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. മലയാളത്തിൽ നിർദ്ധരിക്കുക എന്നൊക്കെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ഉത്തരം കണ്ട നിർദ്ധരിക്കുക എന്നായിരിക്കും ഉണ്ടാവുക. ഫൈൻഡ് ദ സൊല്യൂഷൻ x² + x + 1 = 0 എന്ന് പറയുന്നതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് സ്ക്വയർ കംപ്ലീഷനോ അല്ലെങ്കിൽ ഫാക്ടറൈസേഷനോ ഒന്നും പെട്ടെന്ന് കിട്ടില്ല. ഓക്കെ, കാരണം ഫാക്ടറൈസേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എക്സിൻ്റെ കൂടെയുള്ള നമ്പറിനെ സമ്മായിട്ട് കിട്ടണം. കൂട്ടുമ്പോൾ 1 കിട്ടണം, ഗുണിക്കുമ്പോൾ 1 × 1 1 കിട്ടണം. ഗുണിക്കുമ്പോൾ 1 കിട്ടുന്ന ഒരേ ഒരു നമ്പർ 1 ആണ്. പക്ഷെ ഇത് കൂട്ടുമ്പോഴോ കുറക്കുമ്പോഴോ നമുക്ക് 1 കിട്ടില്ല. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഇവിടെ പറ്റില്ല. ഇനി സ്ക്വയർ കംപ്ലീഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ ഒക്കെ വരും. സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കൂടെയുള്ള നമ്പറിൻ്റെ പകുതിയുടെ സ്ക്വയർ. അപ്പോൾ ഇവിടെ 1 ആണ്, 1/2ൻ്റെ സ്ക്വയർ ആഡ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മളിവിടെ -b ± √b² - 4ac എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x² കൂടെയുള്ള നമ്പർ. അപ്പോൾ ഇതിൽ a എത്രയാണ്? a x² കൂടെ 1 ആണ്. b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ, അതും 1 ആണ്. c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ്, അതും 1 ആണ്. ഓക്കെ, സോ വാല്യൂസ് കൊടുത്തു. -b +1 ആണ്, √b² അഥവാ 1² - 4 × a 1 ആണ്, c 1 ആണ്, /2 × 1 ഹോൾ ഡിവൈഡർ ബൈ ആണ് കേട്ടോ. 1ൻ്റെ സ്ക്വയർ 1 ആണ്. 4 × 1 4, 4 × 1 4. 1 - 4 -3 വരും, കാരണം റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു കോംപ്ലക്സ് സൊല്യൂഷനാണ് കിട്ടുക. ഓക്കെ, -1 -√3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3i ആണ്. ഓക്കെ, എന്താണ്? √3i ആണ്. -√3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i ആണ് നമ്മൾ നെഗറ്റീവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. √3 - i എന്നാണ് നമുക്ക് കിട്ടുക. -i അല്ല, √3i എന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ എന്താ പറയുക ആൻസർ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് √3i എന്ന് കിട്ടും. i എന്ന് പറയുന്നത് റൂട്ടിനുള്ളിൽ വരുന്ന നെഗറ്റീവിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇനി ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്താണ്ട് രണ്ട് സൊല്യൂഷനൊക്കെ ആക്കിയിട്ട് ചെയ്താൽ എങ്ങനെയാണ്? -1 + √3i/2 -1 - √3i/2. ഓക്കെ, ഇതിൽ സ്ക്വയർ കംപ്ലീഷൻ അപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക നമുക്കൊന്ന് നോക്കിയാലോ. എന്താണ് സ്ക്വയർ കംപ്ലീഷൻ കൂടി എന്ന് അറിയണ്ടേ? ചിലപ്പോൾ ചില ആളുകൾക്ക് സ്ക്വയർ കംപ്ലീഷൻ ആയിരിക്കും സുഖം.
ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം സ്ക്വയർ കംപ്ലീഷൻ ഇതിൽ അപ്ലൈ ചെയ്യാൻ കഴിയുണ്ടോ എന്നുള്ളത്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ്, ഈ വണ്ണിനെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകും. 1 ഇപ്പുറം വരുമ്പോൾ എന്താവും? -1 ആവും. ഇനി എക്സിൻ്റെ കൂടെയുള്ള സംഖ്യ 1 ആണ്. അപ്പോൾ അതിൻ്റെ പകുതി എങ്ങനെ വരും? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1ൻ്റെ പകുതി 1/2, അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/2ൻ്റെ സ്ക്വയർ അഥവാ 1/4 വരും. ഓക്കെ, അപ്പോൾ -1 പ്ലസ് 1/2ൻ്റെ സ്ക്വയർ എത്രയാണ്? 1/4. ഇനി എക്സ് സ്ക്വയറിന്ന് എക്സ് എടുത്തു, പ്ലസ് ആയതുകൊണ്ട് പ്ലസ് കൊടുത്തു, ദെൻ 1/2 ദ ഹോൾ സ്ക്വയർ is equal to, ഇതിനെ ക്രോസ് ചെയ്യുമ്പോൾ -4 പ്ലസ് 1/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ -4ഉം പ്ലസ് 1 എത്രയാണ്? -3/2 എന്ന് കിട്ടും. ഓക്കെ, -2 അല്ല 4 കേട്ടോ, ഡിനോമിനേറ്റർ 4 അല്ലേ, 4 എന്ന് കിട്ടും. ഇനി സ്ക്വയർ കളയാൻ റൂട്ട് എടുക്കണം. അപ്പോൾ എക്സ് പ്ലസ് 1/2 എക്സ് പ്ലസ് 1/2 ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √3യുടെ റൂട്ട് എത്രയാണ്? -√3/4ൻ്റെ റൂട്ട് 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി പ്ലസ് 1/2നെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്താവും? എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √3i/2 -1/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ 2 രണ്ടിടത്തും കോമൺ അല്ലേ, അപ്പോൾ ആ 2നെ കോമൺ ആക്കിയിട്ട് എഴുതി. ഇനി -1 ഞാൻ ആദ്യം എഴുതി, പ്ലസ് ഓർ മൈനസ് √3i. കണ്ടോ, എങ്ങനെ ചെയ്താലും ആൻസർ സെയിം ആണ്. ഇതാണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഫ്രാക്ഷനൊക്കെ വരുമ്പോൾ കുറേ ടൈം എടുക്കും. ഇതിലേറെ നല്ലത് നമുക്ക് -b പ്ലസ് ഓർ -b ചെയ്യണമാണ് അല്ലേ. ഓക്കെ, ജസ്റ്റ് ആ മെത്തേഡ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ -1 പ്ലസ് √3i/2 അല്ലെങ്കിൽ -1 -√3i/2. രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് x + 3/x - 1 1/x - 3 is equal to 3. നിർദ്ധരിക്കുക. നമ്മൾ ആ സൊല്യൂഷൻ അങ്ങോട്ട് എഴുതി, x + 3 / x - 1 / 1/x - 3 is equal to 3. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, x + 3 × x - 3, x + 3 × x - 3, 1 × x - 1, പ്ലസ് ആണ്, പ്ലസ് ഇട്ട് 1 × x - 1, x - 1. ദെൻ ഡിനോമിനേറ്ററിൽ x - 1 × x - 3 ഈക്വൽ ടു 3. ഓക്കെ, ഇത് ഫസ്റ്റത്തെ ഈ x + 3 × x - 3 എന്താവുക സംഭവിക്കുക? ഇതെങ്ങനെ x² - 3² എന്ന് മനസ്സിലായോ? നോക്കിയാൽ a + b × a - b ആണ്. എന്താണ് a + b × a - b? a² - b². then plus x - 1 divided by x into x, x square, x into -3, -3, -1 into x, -x, -1 into 3, -1 into -3 plus 3 is equal to 3. ഇനി ദാ ഓക്കെ, എക്സ് സ്ക്വയർ 3ൻ്റെ സ്ക്വയർ 9 പ്ലസ് എക്സ് -1 എന്ന് കൊടുത്തു, -3 -1 -4x എന്നും കൊടുത്തു. ഇനി ഈ ഡിനോമിനേറ്ററിലുള്ളതിനെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പം ഇനി എന്താ ഉണ്ടാവുക? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എഴുതി, -9 -1 അതെന്താവും? -10 ആവും. ഇനി 3 ഇൻറ്റു ഈ ബ്രാക്കറ്റ് മുഴുവനായിട്ട് 3 × x സ്ക്വയർ 3x², 3 × -4 -12x, 3 × +3 +9. ദെൻ എല്ലാത്തിനെയും നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. 3x² ഇപ്പുറം വരുമ്പോൾ -3x² ആവും. ഇത് -12x +12x ആവും, +9 -9 ആവും. ഓക്കെ, ദെൻ -3x² എന്ന് ഒരു x² പോയാൽ -2x², 12x + 3x +13x, -10 -9 -19 ആവും. ഓക്കെ, നമ്മൾ നെഗറ്റീവ് കളഞ്ഞു. അപ്പോൾ 2x² പ്ലസ് മൈനസ് എല്ലാ നെഗറ്റീവുകളും ചേഞ്ച് ചെയ്യാം. മൈനസ് പ്ലസ് ആവും, പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും. ഇനി ഇതിനെ വീണ്ടും നമ്മൾ -b പ്ലസ് ഓർ -b വെച്ച് ചെയ്യാൻ പോകണം. ഓക്കെ, ബിയുടെ വാല്യൂ -13 ആണ്. അപ്പോൾ ആദ്യം ഈ മൈനസ് ഇവിടുത്തെ ഇക്വേഷനിലെ മൈനസ് ആണ് കേട്ടോ. പിന്നെ ബിയുടെ വാല്യൂ അത് -13 ആണ്, എക്സിൻ്റെ കൂടെയുള്ള നമ്പർ. അപ്പോൾ -13ൻ്റെ സ്ക്വയർ -4 × a 2 ആണ്, c 19 ആണ്, ഡിവൈഡഡ് ബൈ 2 × a 2 ആണ്. 2 നെഗറ്റീവ് അടുപ്പിച്ച് വരുമ്പോൾ അത് പ്ലസ് ആവും. ദെൻ 13 × 13 169, -4 × 2 8, 8 × 19 19 × 8 ചെയ്യുക, 8 9
72 2 ഇഷ്ടം 7 ഒരെട്ട് 8 8 2 10 5 15 152. ഇനി 169 152 പോയാൽ 169 152 പോയാൽ എങ്ങനെയാണ്? 9 2 പോയാൽ 7 കിട്ടും. 6 5 പോയാൽ 1 കിട്ടും. പിന്നെ ഒരു 1 117. സോറി 117 അല്ല, വെറും 17 കേട്ടോ. 1 1 പോകുമല്ലോ, ഇവിടെ 1 ഇല്ലേ, 1 1 പോകുമ്പോൾ വെറും 17. റൂട്ട് 17 എന്നിട്ടും 17 റൂട്ടില്ല. അപ്പോൾ 13 പ്ലസ് റൂട്ട് 17/4 അല്ലെങ്കിൽ 13 മൈനസ് റൂട്ട് 17/4 എന്ന് കിട്ടും. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ സൊല്യൂഷൻ റൂട്ട് ഓഫ് എ എക്സ് പ്ലസ് റൂട്ട് ഓഫ് ബി പ്ലസ് എക്സ് ഈക്വൽ ടു റൂട്ട് എ പ്ലസ് 2x എ പ്ലസ് ബി പ്ലസ് 2x. രണ്ട് ഭാഗത്തും നമ്മൾ സ്ക്വയർ ചെയ്യുക. ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ നമ്മൾ കോമൺ ആയിട്ടാണ് സ്ക്വയർ കൊടുക്കുക കേട്ടോ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് അവിടെ നമ്മൾ സ്ക്വയർ ചെയ്യുക. മറ്റേ ഭാഗത്ത് സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് ക്യാൻസൽ ആവും. ഓക്കെ, ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൽ ചെയ്യണം. എന്താ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. ആ ഒരു ഐഡൻറ്റിറ്റിയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എ എന്ന് പറഞ്ഞാൽ റൂട്ട് എ പ്ലസ് എക്സ് അതിൻ്റെ സ്ക്വയർ, പിന്നെ റൂട്ട് ബി പ്ലസ് എക്സ് അതിൻ്റെ സ്ക്വയർ, പിന്നെ 2 ഇൻറ്റു റൂട്ട് എ പ്ലസ് എക്സ് ഇൻറ്റു റൂട്ട് ബി പ്ലസ് എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് 2x. സ്ക്വയർ കളയുമ്പോൾ റൂട്ട് പോവും. അപ്പോൾ റൂട്ട് എ പ്ലസ് എക്സിൻ്റെ സ്ക്വയർ കാണുമ്പോൾ റൂട്ട് പോയാണ്ട് എ പ്ലസ് എക്സ് ആവും. റൂട്ട് ബി പ്ലസ് എക്സിൻ്റെ സ്ക്വയർ കാണുമ്പോൾ റൂട്ട് പോയാണ്ട് ബി പ്ലസ് എക്സ് ആവും. ദെൻ 2 ഇൻറ്റു റൂട്ടിനുള്ളിലുള്ള നമ്പറുകൾ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. എ പ്ലസ് എക്സ് ഇൻറ്റു ബി പ്ലസ് എക്സ്. ഓക്കെ, നോക്കിക്കോ. എ ഒന്നുള്ളൂ, ബി ഒന്നുള്ളൂ, ഇവിടെ ഒരു എക്സ് ഇവിടെ ഒരു എക്സ്, അപ്പോൾ 2x പ്ലസ് 2 ഇൻറ്റു ഈ നമ്പർ നോക്കിയാൽ എ പ്ലസ് ബി പ്ലസ് 2x, എ പ്ലസ് ബി പ്ലസ് 2x, എ പ്ലസ് ബി പ്ലസ് 2x. അത് രണ്ടും ക്യാൻസൽ ആയി പോകും. ഒരേ സൈനുകളല്ലേ, എ പോസിറ്റീവ് എ ക്യാൻസലായി, ബി പോസിറ്റീവ് അതും ക്യാൻസലായി, 2x പോസിറ്റീവ് അതും ക്യാൻസലായി. അഥവാ ഈക്വൽ സൈനിൻ്റെ രണ്ടറ്റത്തും സെയിം സൈനുകളാണെന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ആവും. ഇനി ബാക്കി നമ്മളുടെ കയ്യിലുള്ളത് എന്താ? 2 ഇൻറ്റു റൂട്ട് ഓഫ് എ പ്ലസ് എക്സ് ഇൻറ്റു ബി പ്ലസ് എക്സ് ഈക്വൽ ടു 0. ഇനി ഈ 2നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. 2 മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഇപ്പുറം വരുമ്പോൾ എന്താവും? ഡിവൈഡ് ആവും. 0/2 എന്ത് കിട്ടി? 0 കിട്ടി. ഓക്കെ, വീണ്ടും നമ്മളൊന്ന് സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ റൂട്ട് പോവും. അപ്പോൾ എ പ്ലസ് എക്സ് ഇൻറ്റു ബി പ്ലസ് എക്സ് ഈക്വൽ ടു 0 എന്നായി. ഇത് എപ്പോഴൊക്കെ 0 ആകുക? ഒന്നെങ്കിൽ എ പ്ലസ് എക്സ് ഈക്വൽ ടു 0 ആവണം, അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് എ എന്ന് കിട്ടും. അല്ലെങ്കിൽ ബി പ്ലസ് എക്സ് ഈക്വൽ ടു 0 ആവണം, അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് ബി എന്ന് കിട്ടും. അപ്പോൾ നമ്മളുടെ സൊല്യൂഷനായി എക്സ് ഈക്വൽ ടു മൈനസ് എ എന്നും എക്സ് ഈക്വൽ ടു മൈനസ് ബി എന്നും കിട്ടും. ഓക്കെ, എക്സ് ഈക്വൽ ടു മൈനസ് എ, എക്സ് ഈക്വൽ ടു മൈനസ് ബി. അടുത്ത ചോദ്യം, എക്സ് സ്ക്വയർ പ്ലസ് പി ഇൻറ്റു 55 മൈനസ് 6x പ്ലസ് 45 മൈനസ് 14x is equal to 0. ഹൗ? ഈക്വൽ റൂട്ട്. ഓക്കെ, ഈക്വൽ റൂട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് തുല്യ സൊല്യൂഷൻസ് ഉണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി. ഈക്വൽ റൂട്ട് വരണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ നമുക്കറിയാലോ, ഡിസ്ക്രിമിനൻ്റ് അഥവാ വിവേചകം എന്താവണം? ഈക്വൽ ടു 0 ആവണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ വിവേചകം കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം ബിയും എയും സിയും ഒക്കെ കാണണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം കേട്ടോ. നോക്കിക്കോ, പി ഇൻറ്റു 55, ഇവിടെ ബ്രാക്കറ്റ് ഉള്ളിൽ കൊടുക്കുക. പി ഇൻറ്റു 55 പി ഇൻറ്റു 6x 6px കിട്ടി, പ്ലസ് 45 മൈനസ് 4x. അതിൽ നിന്ന് എക്സുകളെല്ലാം ഒന്നിച്ച് എഴുതി നമ്മൾ. എക്സ് സ്ക്വയർ മൈനസ് 6px മൈനസ് 14x പ്ലസ് 55p പ്ലസ് 45. രണ്ടൊന്നും എക്സിനെ പുറത്തെടുത്തു. അപ്പോൾ മൈനസ് 6p മൈനസ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസിനെയും പുറത്തെടുത്തു, അതേപോലെ തന്നെ എക്സിനെയും പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ ആരുള്ളത്? 6p പ്ലസ് 14 എന്ന് വരും. കാരണം ഈ മൈനസ് പുറത്താണ് കിടക്കുന്നത്, അപ്പോൾ ഇവിടെ പ്ലസ് ആവും. മൈനസിനുള്ളിൽ കൊടുക്കുമ്പോൾ മൈനസ് 6p മൈനസ് 14x, എക്സ് ആയിട്ടും കൂടി ഗുണിക്കുമ്പോൾ മൈനസ് 6px മൈനസ് 14x ആവും. മൈനസിനെയും പുറത്തെടുത്തു, എക്സിനെയും പുറത്തെടുത്തു. ആരൊക്കെ പുറത്തെടുത്തു? മൈനസിനെയും പുറത്തെടുത്തു, എക്സിനെയും പുറത്തെടുത്തു. മൈനസും പോയി എക്സും പോയി, പിന്നെ ആരുള്ളത്? 6p. ഇവിടുന്ന് മൈനസ് പോയാൽ പിന്നെ പ്ലസ് ഉണ്ടാവും, എക്സ് പോയാൽ 14 ഉണ്ടാവും. ഇവിടെ രണ്ടിനെയും ഒന്നിച്ച് ചെയ്ത്, ഇത് ഫുള്ള് കോൺസ്റ്റൻ്റ് ആണല്ലോ. ഇപ്പം നമുക്ക് ബിയും സിയും എയും ഒക്കെ കിട്ടിയില്ലേ. ഇനി നമ്മൾ ഡിസ്ക്രിമിനൻ്റ് കാണാൻ പോവാണ്. ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആകുമ്പോഴാണ് ഇത് എന്താവുന്നത്? നമ്മളുടെ റൂട്ട് ഈക്വൽ റൂട്ട് വരുന്നത്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഏതാ? മൈനസ് 6p പ്ലസ് 14 അതിൻ്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് അത് 1, എക്സ് സ്ക്വയറിൻ്റെ കൂടെ 1 അല്ലേ.
1. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ്, അത് 55p + 45 ആണ്. ഇനി ഇതിനെ നമ്മൾ സോൾവ് ചെയ്യണം. നെഗറ്റീവിൻ്റെ സ്ക്വയർ കാണുമ്പോൾ അത് പോസിറ്റീവ് ആവും. നെഗറ്റീവിൻ്റെ സ്ക്വയർ കാണുമ്പോൾ അത് പോസിറ്റീവ് ആവും. ഇത് a + b ദ ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്യണം. എന്താ a + b ദ ഹോൾ സ്ക്വയർ? a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് 2ab. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6p, അപ്പോൾ അതിൻ്റെ സ്ക്വയർ. b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14, അപ്പോൾ അതിൻ്റെ സ്ക്വയർ. ദെൻ 2 × a 6p b 14 മൈനസ് 4ac ആണല്ലോ. 4 × a 4 ആണ്. ഓക്കെ, 4 × a 2ab കഴിഞ്ഞിട്ട് 4 × a 4 ആണ്. -1 × 4 -1. ഇവിടെ ഒരു സ്റ്റെപ്പ് ഞാൻ കളഞ്ഞേക്കണം കേട്ടോ. -4 × 1 -4. ദെൻ -4 × 55, അതാണ് -20 220 എന്നിരുന്നു കേട്ടോ. 55നെ 4 8 14 20. 14 20 2 22 ഉണ്ടോ, 220. ഇവിടെ മൈനസ് ഉണ്ടായതുകൊണ്ട് -220. പിന്നെ 45 × 4 14 20 4 16 17 18. ഇവിടെ ഒരു മൈനസ് ഉണ്ടായതുകൊണ്ട് അതും മൈനസ്. ഓക്കെ, 6ൻ്റെ സ്ക്വയർ 36, പിൻ്റെ സ്ക്വയർ p സ്ക്വയർ, 14ൻ്റെ സ്ക്വയർ 196, 2 × 6 12, 12 × 4 168, 12 × 14 കേട്ടോ. 1 4 4 24 8 1 2 4 1 4 2 6 168 കണ്ടോ. ഓക്കെ, അപ്പോൾ 36 p സ്ക്വയർ, പി എവിടേക്കാ? ഇവിടെ ഒരു 168 പിയും ഇവിടെ ഒരു 220 പിയും. അപ്പോൾ 220 168 അങ്ങോട്ട് മൈനസ് ചെയ്യാം. 10 8 പോയാൽ 2 കിട്ടും. ഇവിടെ ഇനി 1 6 പോയാൽ അപ്പോൾ ഇവിടെ നിന്ന് കടെടുത്തു. 11 6 പോയാൽ 15 എന്ന് കിട്ടും. ഇവിടെ കടെടുത്തുകൊണ്ട് ഇവിടെ ഇനി 1 ഉള്ളൂ. 1 1 പോയാൽ 0. വലുതിൻ്റെ ചിഹ്നം, വലുതാണ് 220, അതിൻ്റെ ചിഹ്നം നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മളുടെ ആൻസർ നെഗറ്റീവ് ആകും. സോ -52p എന്ന് കിട്ടും. ദെൻ അടുത്തത് +196 -180 ആണ്. അപ്പോൾ 196 180 പോയാൽ ബാക്കി നമുക്ക് +16. 196 പോസിറ്റീവ് അല്ലേ, അപ്പോൾ +16 ആണ് നമുക്ക് ബാക്കി ഉണ്ടാവുക. അപ്പോൾ +16 = 0 എന്ന് കൊടുത്തു. ഇനി ഇതിനെ സോൾവ് ചെയ്യാൻ പോവാണ്. ഇതിനെ നമ്മൾ പകുതിയാക്കി. എല്ലാം ഈവൺ നമ്പറാണ്. 36ൻ്റെ പകുതി 18, 52ൻ്റെ പകുതി 26, 16ൻ്റെ പകുതി 8. ഒന്നുകൂടെ പകുതിയാക്കി ഞാൻ. 18ൻ്റെ പകുതി 9, 26ൻ്റെ പകുതി 13, 8ൻ്റെ പകുതി 4. ഇനിയിപ്പോൾ ഈ 3 നമ്പറിലും കോമൺ ആയിട്ട് വേറെ നമ്പറൊന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ സമ്മ് -13. ഇവിടെ ഞാൻ ഫാക്ടറൈസേഷൻ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് -b + -b ചെയ്യാം. ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, സമ്മ് -13, പ്രൊഡക്റ്റ് 9 × 4. ഏതൊക്കെ പ്രൊഡക്റ്റുകൾ? 9 × 4 മൾട്ടിപ്ലൈ ചെയ്യണം. 9 × 4 36. അങ്ങനെ വരുന്ന 2 നമ്പറുകളാണ് കാണേണ്ടത്. അത് 9 × 4 36 തന്നെ ഞാൻ എടുത്തു. വേറെ ഒന്നും കൊണ്ടല്ല, 9 4 കൂട്ടുമ്പോൾ 13 കിട്ടുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്യണമെന്നുള്ളൂ. 1 × 36 36 ആണ്. പക്ഷെ 36ക്ക് 1 കൂട്ടുമ്പോഴോ 1 കുറക്കുമ്പോഴോ 13 കിട്ടൂല. പിന്നെ 2 × 18 അതിലും കിട്ടൂല. 13 കിട്ടുമോ കൂട്ടുമ്പോഴോ കുറക്കുമ്പോഴോ? ഇല്ല. പിന്നെ 3 × 12 അതിലും കിട്ടൂല. കിട്ടുമോ? 12ക്ക് 3 കൂട്ടിയാൽ 15 ആണ്. 12ന്ന് 3 കുറച്ചാൽ ചെറുതാണ് കിട്ടുക. പിന്നെ 4 × 9 9ക്ക് 4 കൂട്ടിയാൽ 13 കിട്ടും. ഓക്കെ, പക്ഷെ നമുക്ക് സമ്മ് മൈനസ് ആണ് കിട്ടേണ്ടത്. പ്രൊഡക്റ്റ് പോസിറ്റീവ് ആണ്. പ്രൊഡക്റ്റ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ രണ്ടും പോസിറ്റീവ് അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആവണം. രണ്ടും പോസിറ്റീവായ സമ്മ് പോസിറ്റീവ് ആവും. അപ്പോൾ ഞാൻ രണ്ടിനും നെഗറ്റീവ് കൊടുത്തു. അപ്പോൾ -4 -9 കിട്ടും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ പി സ്ക്വയറിൻ്റെ കൂടെ 9 ഉണ്ടായതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കണേ. ഇവിടെ 9 ഇല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് p - 9 p - 4 എന്ന് എഴുതാമായിരുന്നു. ഇവിടെ 9 ഉണ്ടായതുകൊണ്ട് ഈ മിഡിൽ ടേമിനെ ഞാൻ അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്തു. അഥവാ -9p എന്നും -4p എന്ന് എഴുതി. എന്നിട്ട് ഇതിൽ നിന്ന് രണ്ടൊന്നും കോമൺ ആയിട്ടുള്ള ആളുകളെ പുറത്തെടുത്തു. ആരൊക്കെയാ? 9p കോമൺ ആണ് രണ്ടിലും, അതിനെ പുറത്തെടുത്തു. 9ഉം പിയും പോയി, പിന്നെ ഒരു പിയും കൂടി അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ p മൈനസ് ഇട്ടു, മൈനസ് അവിടെ ബാക്കിയുണ്ട്, മൈനസ് ഇട്ടു. ഇവിടുന്ന് 9p പോയ ബാക്കി ആരുണ്ട്? ഏതൊരു നമ്പറിൻ്റെയും കൂടെ 1 ഉണ്ട്, അപ്പോൾ 1. ഇതിൽ നിന്ന് രണ്ടൊന്നും ഞാനൊരു -4നെ പുറത്തെടുത്തു. -4 പോന്നു കഴിഞ്ഞാൽ അവിടെ p ഉണ്ട്, പ്ലസ് നിന്ന് മൈനസ് പോന്നു കഴിഞ്ഞാൽ ഒരു മൈനസ് ഉണ്ട്. 4 പോയി കഴിഞ്ഞാൽ അവിടെ ഒരു നമ്പർ, അത് 1 ആണ്. ഇപ്പം ഇതിൽ കോമൺ ആരാ? p - 1. ഓക്കെ, ആ p - 1നെ പുറത്തെടുത്തു. അപ്പോൾ ബാക്കി ആരുണ്ട്? 9p - 4. ഇത് രണ്ടുമാണ് ഫാക്ടേഴ്സ്.
ഇതിൽ നിന്ന് p മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 എന്ന് എടുക്കുക. അപ്പോൾ p ഈക്വൽ ടു 1 എന്ന് കിട്ടും. 9p മൈനസ് 4 ഈസ് ഈക്വൽ ടു 0 എന്ന് എടുക്കുക. അതിൽ നിന്ന് 9p ഈക്വൽ ടു 4, p ഈക്വൽ ടു 4/9 എന്ന് കിട്ടും. അപ്പോൾ p ഈക്വൽ ടു 1 എന്നും p ഈക്വൽ ടു 4/9 എന്നും കിട്ടും. ഇതാണ് നമ്മളുടെ സൊല്യൂഷൻ വരുന്നത്. നമ്മുടെ പിയുടെ വാല്യൂ ആണല്ലോ കാണാൻ പറഞ്ഞത് അല്ലേ. p 1 അല്ലെങ്കിൽ 4/9. ദെൻ അഞ്ചാമത്തെ ഒരു ചോദ്യം ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ദ റൂട്ട് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 4x² പ്ലസ് 8kx പ്ലസ് 3 ഈസ് ഈക്വൽ ടു 4k ആർ കോംപ്ലക്സ് നമ്പേഴ്സ്. കൽപ്പിത സംഖ്യകളാണ്. എന്താണ് കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൽപ്പിത സംഖ്യകളാണ്. ഫൈൻഡ് ദ ലിമിറ്റ്, സീമകൾ, ലിമിറ്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എവിടം തൊട്ട് എവിടം വരെ? ഫൈൻഡ് ദ ലിമിറ്റ് ഓഫ് k. നോക്കിക്കോളാം. 4x² പ്ലസ് 8x പ്ലസ് 3 ഈക്വൽ ടു 4k എന്നാണ്. ഞാൻ എല്ലാത്തിനെയും ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. 4x² പ്ലസ് 8kx പ്ലസ് 3 മൈനസ് 4k എന്നെടുത്തു. ഇവിടെ b² മൈനസ് 4ac ലെസ് ദാൻ 0 ആയിരിക്കും. കാരണം കോംപ്ലക്സ് നമ്പർ ആണ് റൂട്ട് വരുന്നത്. റൂട്ട് കോംപ്ലക്സ് നമ്പർ വരുന്നത് എപ്പോഴാണ്? b² മൈനസ് 4ac ലെസ് ദാൻ 0 വരുമ്പോഴാണ്. അപ്പോൾ b² മൈനസ് 4ac ലെസ് ദാൻ 0 എന്നെടുത്തു. ഇനി ഇതിനെ നമ്മൾ സോൾവ് ചെയ്യണം കേട്ടോ. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ കൂടെ ഉള്ളത് അതെന്താണ്? 8k ആണ് എക്സിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ 8kൻ്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ x² കൂടെ അത് 4. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ്, അത് 3 മൈനസ് 4k ആണ് കോൺസ്റ്റന്റ്, എക്സ് ഇല്ലാത്ത ടേം. ഇനി ഇവിടെ ചെയ്യാം. 8ൻ്റെ സ്ക്വയർ 64, kൻ്റെ സ്ക്വയർ k², മൈനസ് 4 ഇൻറ്റു 4 16, 3 മൈനസ് 4k. വീണ്ടും നമ്മൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 64നെ 16 ഡിവൈഡ് ചെയ്താൽ 4 എന്ന് കിട്ടും. 16 ഇൻറ്റു 4 ആണ് 64. ഇവിടെ 16 ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ 16 ക്യാൻസൽ ആവും. ഞാനിവിടെ രണ്ടോടത്തും 16ൻ്റെ മൾട്ടിപ്പിൾ കണ്ടതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തിട്ടോ. നിങ്ങളിപ്പോൾ അതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വലിയൊരു നമ്പറൊക്കെ കിട്ടും. ഇപ്പം നമുക്ക് നമ്പർ ചെറുതായത് കണ്ടോ? ഇനി അടുത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഈ 3 ഇവിടെ പ്ലസ് ആയിരുന്നു, അത് നെഗറ്റീവായി. മൈനസ് 4k പ്ലസ് 4k ആയി. ഒന്നൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി ഞാൻ. 4k² പ്ലസ് 4k മൈനസ് 3 ലെസ് ദാൻ 0 എന്ന് എഴുതി. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ കാണണം നമുക്ക്. ഓക്കെ, സമ്മ് 4 പ്രൊഡക്റ്റ് മൈനസ് 12 വരുന്ന രീതിയിൽ. മൈനസ് ബി അല്ല ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഞാൻ ഫാക്ടറൈസേഷൻ വെച്ചുകൊണ്ട് ചെയ്യുന്നത് കേട്ടോ. സമ്മ് 4 kൻ്റെ കൂടെയുള്ള നമ്പറാണ് സമ്മ്. പ്രൊഡക്റ്റ് 4 ഇൻറ്റു മൈനസ് 3 മൈനസ് 12 കിട്ടണം. 4 ഇൻറ്റു മൈനസ് 3 തന്നെ എടുത്ത് നോക്കിയാൽ 4 ഇൻറ്റു മൈനസ് 3ൽ സമ്മ് 4 കിട്ടൂല. ഓക്കെ, അപ്പോൾ നോക്കാം. 1 ഇൻറ്റു 12, ഈ പ്രൊഡക്റ്റ് നെഗറ്റീവ് വരണമെന്നുണ്ടെങ്കിൽ ഒരാൾ നെഗറ്റീവാണ്, അപ്പോൾ മൈനസ് നോക്കിയാൽ മതി. 12 1 കുറച്ചാൽ 4 കിട്ടൂല. ദെൻ 2 ഇൻറ്റു 6, 6 2 കുറച്ചാൽ 4 കിട്ടൂലേ കേട്ടോ. മൈനസ് 2 ഇൻറ്റു 6 മൈനസ് 12 കിട്ടും. 6 2 പോയാൽ 4. ദെൻ 4k² മൈനസ് 2k പ്ലസ് 6k. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ആളുകളെ പുറത്തെടുക്കുക. 4 ഒരു 2നെയും kനെയും പുറത്തെടുത്തു. ഇവിടുന്ന് 2kനെ പുറത്തെടുത്തു. 4 2 പോയാൽ ബാക്കി 2 ഉണ്ടാവും. ഡിവൈഡ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. 4/2 2 ആണ്. k² k പോയാൽ ബാക്കി ഒരു k ഉണ്ടാവും. മൈനസ് ഇട്ടു. 2k 2k പോയാൽ വേറെ നമ്പർ ഉണ്ട് അവിടെ. ഏതൊരു നമ്പറിൻ്റെയും കൂടെ ആരുണ്ട്? ഒരു ഇൻറ്റു 1 ഉണ്ട്. അപ്പോൾ അവിടെ 1 വരും. ഇനി ഇതിൽ നിന്ന് രണ്ടൊന്നും ഞാനൊരു 3നെ പുറത്തെടുത്തു. 6 3 പോയാൽ 3 അല്ല. 6 3നെ കോമൺ ആയിട്ട് പുറത്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാണാൻ ഡിവൈഡ് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. കാരണം ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ബ്രാക്കറ്റിനെ പുറത്തെടുക്കുമ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 6/3 2k എന്ന് കിട്ടും. ദെൻ മറ്റിടത്തുനിന്ന് മൈനസ് ഇട്ടു. 3 പുറത്തെടുത്ത് കഴിയുമ്പോൾ ബാക്കി -1 ഉണ്ടാവും. ഇപ്പോൾ ആരവിടെ കോമൺ? 2k - 1 ആണ് കോമൺ. ഓക്കെ, അപ്പോൾ 2k - 1നെ പുറത്തെടുത്തു. ബാക്കിയോ ഇവിടെ ഒരു 2kയും ഇവിടെ ഒരു +3യും. അപ്പോൾ 2k - 1 2k +3. 2k - 1 2k +3 ഗ്രേറ്റർ ദാൻ 0യും 2k ഗ്രേറ്റർ ദാൻ -3 എന്ന് വരും. +3 ഇപ്പുറം വരുമ്പോൾ -3 വരും. ദെൻ k ഈക്വൽ ടു -3/2. k ഗ്രേറ്റർ ദാൻ -3/2 അഥവാ -3/2നേക്കാൾ വലുത്. ദെൻ 2k - 1 ലെസ് ദാൻ 0. 2k - 1 ലെസ് ദാൻ 0. അപ്പോൾ 2k ഈക്വൽ ലെസ് ദാൻ 1 എന്ന് വരും. k 1/2 എന്ന് വരും. ഓക്കെ, അഥവാ -3/2നേക്കാൾ വലുതും 1/2നേക്കാൾ ചെറുതും. ഇനി 2k ഇതിനെ ഞാൻ എന്തുകൊണ്ടാണ് പോസിറ്റീവും ഇതിനെ ഞാൻ എന്തുകൊണ്ടാണ് നെഗറ്റീവ് എടുത്ത് വെച്ചാൽ അങ്ങനെ എടുത്തു കഴിയുമ്പോഴാണ് നമുക്കൊരു ഇനിക്വാളിറ്റി. നമ്മുടെ ഓപ്ഷൻ നോക്കിയാണ്ട് നമുക്ക് ഇനിക്വാളിറ്റീനെ ഇതാക്കാം കേട്ടോ. ഇത് മാറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ തന്നെ മാറിപ്പോകും. അങ്ങനെ ഒരു ഇനിക്വാളിറ്റി പറയുന്ന രീതിയിലല്ല നമുക്ക് കിട്ടുക. 2 എണ്ണമാണ് കിട്ടുക, യൂണിയൻ ആയിട്ടാണ് കിട്ടുക. നോക്കിക്കോ, 2k - 1നെയാണ് നമ്മൾ ഗ്രേറ്റർ ദാൻ 0 എടുക്കുന്നതെങ്കിൽ 2k ഗ്രേറ്റർ ദാൻ 1 വരും. k ഗ്രേറ്റർ ദാൻ 1/2 വരും.
2k + 3 <0 ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് വരണം എന്ന് നിർബന്ധമാണ്. കാരണം പ്രൊഡക്റ്റ് നെഗറ്റീവ് വരണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് <0 ആവണമെന്നുണ്ടെങ്കിൽ ഒരാൾ പോസിറ്റീവും ഒരാൾ നെഗറ്റീവും ആവണം അല്ലേ. പ്രൊഡക്റ്റ് നെഗറ്റീവ് വരണമെന്നുണ്ടെങ്കിൽ ഒരാൾ പോസിറ്റീവ് ഒരാൾ നെഗറ്റീവ്. അപ്പോൾ ഒരാളെ പോസിറ്റീവ് ഒരാൾ നെഗറ്റീവ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2k + 3 <0 വരും. അപ്പോൾ 2k -3 വരും. k -3/2 വരും. അഥവാ -3/2 ചെറുത്. അപ്പോൾ എന്താ വരിക? -∞ to -3/2 ഓപ്പൺ ആണ്. 3/2 ഇൻക്ലൂഡഡ് അല്ല. <= ഇല്ല. പിന്നെയോ 1/2 വലുത്. 1/2 ഓപ്പൺ ആണ്. > ഇല്ല. 1/2 വലുത്. ഇങ്ങനെ രണ്ട് ഇതായിട്ടാണ് വരിക. ഇവിടെ ആകുമ്പോൾ നമുക്ക് -3/2ൻ്റെയും -3 ഇതിൻ്റെ എങ്ങനെ വരിക? -3/2 to 1/2 രണ്ടും ഓപ്പൺ ആയിരിക്കും കേട്ടോ. രണ്ടും ഓപ്പൺ ഇൻ്റർവെൽ ആയിരിക്കും. കാരണം രണ്ടും ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വലിയ നമ്പർ 2k + 3 പോസിറ്റീവും 2k - 1 എന്താക്കിയിട്ട് എടുത്ത് നെഗറ്റീവ് ആക്കിയിട്ട് എടുത്ത് നമ്മളുടെ ഓപ്ഷൻ വെച്ചുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. ഓക്കെ. പക്ഷേ അങ്ങനെ ഒരു ഇൻഇക്വാളിറ്റി നമുക്ക് എന്താ പറയുക, അതായിരിക്കില്ല അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇൻഇക്വാളിറ്റി നമുക്ക് ഒരൊറ്റതാക്കിയിട്ടായിരിക്കും തരിക, യൂണിയൻ ആക്കിയിട്ടല്ല തരിക. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ കുറച്ച് ചെയ്യാനുള്ളത് പോലത്തെ ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത് അല്ലേ. ax² + ആൽഫ ബീറ്റ വെച്ചിട്ടുള്ള കേട്ടോ. ഇത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണേ. കാരണം നമ്മുടെ സിലബസിൽ തന്നെ പറയുന്നത് എങ്ങനെയാണ്? റിലേഷൻ ബിറ്റ്വീൻ സൊല്യൂഷൻ ആൻഡ് റൂട്ട് എന്നാണ് പറയുന്നത്. ax² + bx + c = 0 ഫൈൻഡ് ദ ഫോളോയിങ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ സൊല്യൂഷൻ കാണാൻ ആൽഫ + ബീറ്റ നമ്മളുടെ ഈ ഇക്വേഷൻ വെച്ചാണ്ട് ഞാനിവിടെ ആൽഫ + ബീറ്റയും ആൽഫ × ബീറ്റയും ഒന്ന് എഴുതി വെക്കുകയാണ്. ആൽഫ + ബീറ്റ എന്ന് പറഞ്ഞാൽ -b/a, ആൽഫ × ബീറ്റ c/a. ഇനി എന്താണ് നമുക്ക് ഫസ്റ്റത്തത്? 1/α + 1/β എന്നാണ്. ക്രോസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ 1 × ബീറ്റ ബീറ്റ + 1 × ആൽഫ ആൽഫ, ബീറ്റ + ആൽഫ / ആൽഫ × ബീറ്റ എന്ന് വരും. ബീറ്റ + ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫ + ബീറ്റ അല്ലേ. അത് -b/a ആണ്. ആൽഫ × ബീറ്റ c/a ആണ്. ഫ്രാക്ഷണൽ നമ്പർ ചെയ്യുമ്പോൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ -b/a അതേപോലെ വരും. c/a എന്താവും? × a/c എന്നാവും. 7 ക്യാൻസൽ ആയി പോവും. പിന്നെ ആരുള്ളത്? -b/c. അതാണ് 1/α + 1/β എന്ന് പറയുന്നത്. അടുത്തത് 1/α² + 1/β². ഇതിനെ നമ്മളൊന്ന് ക്രോസ് ചെയ്തു. 1 × β² β² + 1 × α² α² = α² × β². ഇനി ഇതിനെ ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് നോക്കിക്കോട്ടോ. a² + b² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a + b² -2ab ആണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി, നമുക്ക് അതിന് ആൻസർ കിട്ടും. നോക്കിക്കോളാം. a + b² എന്താ? a² + b² + 2ab, പിന്നെ ഒരു -2ab ഉണ്ട്. അപ്പോൾ -2ab ഇതുണ്ടോ? ഈ +2ab -2ab ക്യാൻസൽ ആയാലും ബാക്കി എന്താ ഉള്ളത്? a² + b² ആണുള്ളത്. ഓക്കെ. അപ്പോൾ a² + b² നമുക്കിതാ ഇങ്ങനെ മാറ്റി എഴുതാം. അതേപോലെ തന്നെ a² × b² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ab² ആണ്. ഓക്കെ. നമുക്കൊരു ഐഡൻറ്റിറ്റി ഇങ്ങനെയുണ്ട്. a⁻m × b⁻m പവർ എക്സ്പോണൻറ്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ ab⁻m എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ആ ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ട് താഴത്തേനെ നമുക്ക് മാറ്റി എഴുതാം. അപ്പോൾ അത് ഇങ്ങനെ വരും. ആൽഫ + ബീറ്റ, a + b എന്ന് പറഞ്ഞാൽ ആൽഫ ബീറ്റ ആണല്ലോ. അപ്പോൾ ആൽഫ + ബീറ്റ (² -2α β / ആൽഫ ബീറ്റ (²). ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആൽഫ + ബീറ്റ എന്ന് പറയുന്നത് -b/a ആണ്. -2 × ആൽഫ × ബീറ്റ c/a / ആൽഫ × ബീറ്റ c/a². മൈനസിൻ്റെ സ്ക്വയർ കാണുമ്പോൾ അത് പ്ലസ് ആവും. അപ്പോൾ b² / a² -2 × c 2c / a c² / a² ബ്രാക്കറ്റിനുള്ള കൊടുക്കുമ്പോൾ c² / a². ഇവിടെ ഒരു എയുടെ കമ്മിയല്ലേ ഉള്ളൂ. അപ്പോൾ താഴെ മേലും ഓരോ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ a × a² ഡിനോമിനേറ്റർ സെയിം ആയില്ലേ. അപ്പോൾ ഒറ്റ ഡിനോമിനേറ്റർ ആക്കിയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ. കണ്ടോ? b² / a² -2ac / a². ഇനി ഒറ്റ ഡിനോമിനേറ്റർ ആക്കിയിട്ട് എഴുതി കേട്ടോ. b² -2ac / a² ഡിവൈഡഡ് ബൈ എന്താവും? ഇൻറ്റു ആവും. c² / a² എന്താവും? a² / c². അപ്പോൾ a² വെട്ടിപ്പോയി. ബാക്കി ഇനി b² -2ac / c². b² -2ac / c² എന്ന് കിട്ടും. ഇനി അടുത്തത് ആൽഫ / ബീറ്റ + ബീറ്റ / ആൽഫ ക്രോസ് ചെയ്യുക.
ആൽഫ ഇൻറ്റു ആൽഫ ആൽഫ സ്ക്വയർ, ബീറ്റ ഇൻറ്റു ബീറ്റ ബീറ്റ സ്ക്വയർ ഡിവൈഡ് ബൈ ആൽഫ ഇൻറ്റു ബീറ്റ. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ നമ്മൾ നേരത്തെ എഴുതി. എന്താ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 2ab തൊട്ട് മുമ്പ് എഴുതിയ പോലെ കേട്ടോ. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ ഡിവൈഡ് ബൈ ആൽഫ ഇൻറ്റു ബീറ്റ. എന്താ ആൽഫ പ്ലസ് ബീറ്റ? മൈനസ് ബി ബൈ എ ആണ്, അത് കൊടുത്തു. മൈനസ് ബി ബൈ എൻ്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ആൽഫ ബീറ്റ എന്താ? സി ബൈ എ ഡിവൈഡ് ബൈ ആൽഫ ഇൻറ്റു ബീറ്റ സി ബൈ എ. മൈനസിൻ്റെ സ്ക്വയർ കാണുമ്പോൾ പ്ലസ് ആവും. ദെൻ ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. ദെൻ ഇവിടെ ഓരോ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഇവിടെയും എ സ്ക്വയർ വരും. അപ്പോൾ ഇനി ഒറ്റ ഡിനോമിനേറ്റർ ആക്കിയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 2ac ഡിവൈഡർ ബൈ എ സ്ക്വയർ ഡിവൈഡർ ബൈ സി ബൈ എ എന്നുള്ളത് എന്താവും? ഇൻറ്റു എ ബൈ സി എന്നാവും. ഇവിടുന്ന് ഒരു എയും ഇവിടുന്ന് ഒരു എയും ക്യാൻസൽ ആയി പോകും. ബാക്കി ഇനി എന്താ ഉള്ളത്? ബി സ്ക്വയർ മൈനസ് 2ac ഡിവൈഡർ ബൈ എ സ്ക്വയറിന് ഒരു എ പോയിട്ടുള്ളൂ. അപ്പോൾ എ ഇൻറ്റു സി എ സി എന്നുണ്ടാവും ബാക്കി. ദെൻ അടുത്തത് ആൽഫ സ്ക്വയർ ബൈ ബീറ്റ പ്ലസ് ബീറ്റ സ്ക്വയർ ബൈ ആൽഫ ക്യൂബ് വരും നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കേട്ടോ. ആൽഫ സ്ക്വയർ ഇൻറ്റു ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ക്യൂബ്, ബീറ്റ ഇൻറ്റു ബീറ്റ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബീറ്റ ക്യൂബ് ഡിവൈഡർ ബൈ ബീറ്റ ഇൻറ്റു ആൽഫ ആൽഫ ബീറ്റ. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം കേട്ടോ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണ്. ഇനി ഇവിടെ ശ്രദ്ധിച്ചോണേ, രണ്ട് ഭാഗത്തും ഞാനൊരു മൈനസ് 3ab ആഡ് ചെയ്തു. ഓക്കെ, എന്താ പ്ലസ് 2abയുടെ കൂടെ മൈനസ് 3ab കൂട്ടിയാൽ സംഭവിക്കുക? മൈനസ് 3 പ്ലസ് 2 മൈനസ് ab എന്നാകും. ആയില്ലേ? അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിച്ചേ നോക്കിയേ, ഇവിടെ നമുക്ക് എ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് മൈനസ് ab എന്നാണ് വേണ്ടിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2ab മൈനസ് ab ആവാൻ മൈനസ് 3ab കൊടുത്താൽ മതി. ഒരു സൈഡിൽ മാത്രം കൊടുത്താൽ പോരാ, രണ്ട് സൈഡിലും കൊടുക്കണം. അതുകൊണ്ടാണ് രണ്ട് സൈഡിലും കൊടുത്തത്. ഓക്കെ, മൈനസ് 3ab പ്ലസ് 2ab മൈനസ് ab കിട്ടി. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബിക്ക് പകരം ഇനി എന്ത് കൊടുക്കാം? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് 3ab എന്ന് കൊടുക്കാം. കാരണം നമ്മളുടെ കയ്യിൽ ഈ എന്താ പറയുക, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ആളില്ല. നമ്മളുടെ കയ്യിൽ ആൽഫ പ്ലസ് ബീറ്റ ഉള്ളൂ, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ മാറ്റുന്നത് കേട്ടോ. ഇനി കൊടുത്തു എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് 3ab ആണ്. കൊടുത്തു ആൽഫ പ്ലസ് ബീറ്റ, ഇതാ ഐഡൻറ്റിറ്റി കൊടുക്കുകയാണ്. ആൽഫ പ്ലസ് ബി, എ ആൽഫയും ബി ബീറ്റ ആണല്ലോ. ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 3 ആൽഫ ബീറ്റ ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ. ഇനി ആ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൽ നമുക്ക് ഏതാ ഇവിടെ ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ എന്താ? മൈനസ് ബി ബൈ എ. ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് ബി ബൈ എൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ബി സ്ക്വയർ ബൈ എ സ്ക്വയർ വരും. മൈനസ് 3 ഇൻറ്റു ആൽഫ ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ബൈ എ. അപ്പോൾ മൈനസ് 3c ബൈ എ ഡിവൈഡഡ് ബൈ ആൽഫ ഇൻറ്റു ബീറ്റ സി ബൈ എ. ഇത് എഴുതിയ മനസ്സിലായല്ലോ? ഞാനൊരു സ്റ്റെപ്പ് ചുരുക്കിയിട്ട് ഡയറക്റ്റ് എഴുതിയാണ്. ആൽഫ ഇൻറ്റു ബീറ്റ അത് മൈനസ് ബി ബൈ എ ആണ്. ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ബി ബൈ എൻ്റെ സ്ക്വയർ, അത് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ്. നെഗറ്റീവിൻ്റെ സ്ക്വയർ കാണുമ്പോൾ അത് പോസിറ്റീവ് ആകും. ദെൻ അടുത്തത് 3 ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു സി ബൈ എ ആണ്, അത് 3c ബൈ എ എന്നായി. ഓക്കെ, ദെൻ ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ എ സ്ക്വയർ ആണ്. ഞാൻ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ള ആദ്യം ചെയ്യാണ് കേട്ടോ. ഇവിടെ എ സ്ക്വയർ ആണ്, ഇവിടെ എ ആണ്. അപ്പോൾ രണ്ടിടത്തും ഒരു എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ഡിനോമിനേറ്റർ എ സ്ക്വയർ ആവും. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 3 ഇവിടെ ഇൻറ്റു എ ചെയ്യുമ്പോൾ എന്താവും? 3ac എന്നാവും. ഡിവൈഡർ ബൈ എ സ്ക്വയർ ഇവിടെ എ സ്ക്വയർ ആവും. അപ്പോൾ ഒറ്റ ഡിനോമിനേറ്റർ ആക്കിയിട്ട് എഴുതി. ഓക്കെ, ഇനി റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് ബി ബൈ എ ഇൻറ്റു ബി സ്ക്വയർ മൈനസ് 3ac ഡിവൈഡർ ബൈ എ സ്ക്വയർ ഇൻറ്റു സി ബൈ എ എന്താവും? എ ബൈ സി. എയും ക്യാൻസലായി. ദെൻ മൈനസ് ബി ഇൻറ്റു ബി സ്ക്വയർ മൈനസ് 3ac ഡിവൈഡർ ബൈ എ സ്ക്വയർ ഇൻറ്റു സി. മൈനസ് ബീന് ഉള്ളു കൊടുത്തു. മൈനസ് ബി ഇൻറ്റു ബി സ്ക്വയർ മൈനസ് ബി ക്യൂബ്. മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു മൈനസ്, ഇവിടെ ഒരു മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 3 ഇൻറ്റു എ ബി സി ഡിവൈഡർ ബൈ എ സ്ക്വയർ സി എന്ന് വരും. ഇനി ഏഴാമത്തെ ചോദ്യം, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റൂട്ട് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി ഇസ് ഈക്വൽ ടു 0 is 1. Then what is the relation between a and b? അതായത് ഈ എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്ന എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് പ്ലസ് ബി എന്നാണ്. എ എക്സ് സ്ക്വയർ അല്ലേ? ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം 1 ആണ്.
അപ്പോൾ ഫസ്റ്റത്തെ റൂട്ടിനെ ഞാൻ എക്സ് എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ റൂട്ട് എന്തായിരിക്കും x+1 ആയിരിക്കും. നമുക്ക് ആൽഫ പ്ലസ് 1 എന്നൊക്കെ എടുത്ത് ചെയ്തോ. ആൽഫ എക്സ് ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ എന്തായിരിക്കും ബീറ്റ x+1 ആയിരിക്കും. കാരണം ഈ റൂട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം 1 അല്ലേ. അപ്പോൾ ഈ രണ്ട് റൂട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ 1 ആയില്ലേ. ആയി. ഇനി സം ഓഫ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -b/a ആണ്. ഓക്കെ, എന്താണ് സം ഓഫ് റൂട്ട് പറഞ്ഞാൽ -b/a ആണ്. അപ്പോൾ എക്സ് പ്ലസ് x+1 = ആദ്യം ഈ മൈനസ് ഇട്ടു. ഇനി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ കൂടെ ഉള്ളതാണ്. ഇവിടെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -a ആണ്. ഇവിടെ ഒരു മൈനസ് ഉണ്ട് കേട്ടോ, -a ആണ്. അപ്പോൾ ബിയുടെ സ്ഥാനത്ത് -b/a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x² കൂടെ ഉള്ളത് അത് 1 ആണ്. അപ്പോൾ 1 രണ്ട് നെഗറ്റീവ് അടുപ്പിച്ച് വരുമ്പോൾ അത് പ്ലസ് ആവും. അപ്പോൾ a എന്ന് കിട്ടും. എക്സും എക്സും കൂട്ടുമ്പോൾ 2x + 1 = a. അതിൽ നിന്ന് 2x = a-1 എന്ന് കിട്ടും. ദെൻ x = a-1 ഹോൾ ഡിവൈഡഡ് ബൈ 2. ഇനി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് c/a ആണ്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ x × x+1 = c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ്, അത് b ആണ് ഇവിടെ, x ഇല്ലാത്ത ടേം. ദെൻ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x² കൂടെ ഉള്ളത് 1, അപ്പോൾ b/1 എന്ന് കിട്ടും. x × x x² പ്ലസ് x × 1 x = b എന്ന് കിട്ടി. ഇനി എക്സിൻ്റെ വാല്യൂ ഞാൻ കൊടുത്തു. എന്താ എക്സിൻ്റെ വാല്യൂ? a-1/2. അപ്പോൾ a-1/2 സ്ക്വയർ പ്ലസ് a-1 ഡിവൈഡഡ് ബൈ 2 = b. രണ്ടോടത്തും 2 സ്ക്വയർ ചെയ്യണം ആദ്യം കേട്ടോ. രണ്ടോടത്തും 2 കോമൺ ആണെന്നല്ല, സ്ക്വയർ ചെയ്യണം, ബ്രാക്കറ്റ് ഉണ്ടല്ലോ. അപ്പോൾ a-1 സ്ക്വയർ ആദ്യം കാണണം. a-1 സ്ക്വയർ എങ്ങനെ വരിക? a-1 ഹോൾ സ്ക്വയർ എന്നാണ് വരിക. അതിൻ്റെ എക്സ്പാൻഡ് ഫോമാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. a-1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a-b ഹോൾ സ്ക്വയർ ആണ്. എന്താണ് a-b ഹോൾ സ്ക്വയർ? a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ. ഓക്കെ, അപ്പോൾ a² മൈനസ് 2ab എന്ന് പറയുമ്പോൾ 2 × a × 1 ആണ്. 2 × 1 2 ആണ്. 2 × a 2a പ്ലസ് b² എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ 1 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ 4. ഞാൻ ഇതിനെയും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. ഇതിനെയും ഞാനൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ചില സ്റ്റെപ്പുകൾ ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്, അത് ഞാനിവിടെ പറയുന്നുണ്ട്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? 2 × a 2a, 2 × -1 -2, അതിവിടെ എഴുതിയിട്ടുണ്ട്. ഇൻറ്റു 2/2 2/2 2 × 2 എത്രയാണ്? 4. ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയില്ലേ? അതിന് ഞാൻ ഒരൊറ്റ ഡിനോമിനേറ്റർ ആക്കിയിട്ട് എഴുതി. a² മൈനസ് 2a + 1 പ്ലസ് 2a - 2. ഓക്കെ, -2aയും പ്ലസ് 2aയും ക്യാൻസൽ ആയി പോകും. ഇവിടെ +1ഉം -2 ആണ്, അത് -1 ആവും. ഈ 4നെ ഞാൻ ഇങ്ങോട്ട് കൊടുന്നപ്പോൾ ഡിവൈഡ് ചെയ്യാനുള്ള ഇവിടെ വന്നപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയി. ഇനി ഈ -1നെ അപ്പുറം കൊണ്ടുവരുമ്പോൾ a² = 4b + 1 എന്ന് കിട്ടും. ഇതുപോലൊരു ഓപ്ഷൻ നമ്മളുടെ, ഇതുപോലൊരു നമ്പർ, ഇതുപോലൊരു റിലേഷൻ നമ്മളുടെ ഓപ്ഷനിൽ ഉണ്ടാവും. a² = 4b + 1. ഓക്കെ, അപ്പോൾ റൂട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം 1 ആണെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞു? ഒരു റിലേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു. റിലേഷൻ നമുക്ക് കിട്ടി. a² = 4b + 1 എന്ന് കിട്ടി. Okay, then find the quadratic equation with root as the square of root of the quadratic equation ax² + bx + c. തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ റൂട്ടുകളുടെ സ്ക്വയർ റൂട്ടായിട്ട് വരുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനൊരു ഇക്വേഷൻ എഴുതി ax² + bx + c = 0. ഇതിൻ്റെ ആൽഫ ബീറ്റ രണ്ട് റൂട്ടുകളാണ്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -b/a, ആൽഫ × ബീറ്റ c/a ആണ്. ഇനി ഈ റൂട്ടുകളുടെ സ്ക്വയറുകൾ റൂട്ടായിട്ട് വരണം. അപ്പോൾ അടുത്ത റൂട്ടുകൾ ആരൊക്കെയാണ്? ഇനി α² β² ആണ്. ഓക്കെ, α² ആൻഡ് β² ആർ ദ റൂട്ട് ഓഫ് ന്യൂ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇനി ഇതിൻ്റെ സമ്മ് കാണണം. നമ്മുടെ ഇക്വേഷൻ എന്താ? x² പ്ലസ് സം ഓഫ് x² മൈനസ് സം ഓഫ് റൂട്ട് ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ സമ്മ് കാണാൻ പോകണ്ടോ. α² പ്ലസ് β² എങ്ങനെയാ? നമ്മൾ a² പ്ലസ് b² അതിൻ്റെ ഐഡൻറ്റിറ്റിയാണ് നമ്മളവിടെ യൂസ് ചെയ്തിട്ടുണ്ടോ. a² പ്ലസ് b² = എന്താണ്? a പ്ലസ് b ദ ഹോൾ സ്ക്വയർ മൈനസ് 2ab. അതല്ലേ a² പ്ലസ് b². ആ ഐഡൻറ്റിറ്റി ഞാനിവിടെ യൂസ് ചെയ്തു. അപ്പോൾ α² പ്ലസ് β² എന്താ? ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2α ബീറ്റ. എന്താ ആൽഫ പ്ലസ് ബീറ്റ? അത് -b/a ആണ്. എന്താണ് ആൽഫ പ്ലസ് ബീറ്റ? -b/a. അപ്പോൾ അതിൻ്റെ സ്ക്വയർ. ദെൻ ആൽഫ × ബീറ്റ c/a. സ്ക്വയർ കാണുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ആകും. അപ്പോൾ b² / a² -2. എന്തിനാണ് ഞാൻ ഇവിടെ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഡിനോമിനേറ്റർ സെയിം ആക്കാനാണ് കേട്ടോ. 2c × a
ഇൻറ്റു എ ഇൻറ്റു എ സ്ക്വയർ. ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയില്ലേ? അപ്പോൾ ബി സ്ക്വയർ മൈനസ് 2CA ഡിവൈഡഡ് ബൈ എ സ്ക്വയർ എന്ന് കിട്ടും. ബി സ്ക്വയർ മൈനസ് 2CA ഡിവൈഡഡ് ബൈ എ സ്ക്വയർ. ദെൻ ആൽഫ സ്ക്വയർ ഇൻറ്റു ബീറ്റ സ്ക്വയർ എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം എന്താ എ ബി ദ ഹോൾ റേസ് ടു എം ആണ്. അപ്പോൾ ആൽഫ സ്ക്വയർ ഇൻറ്റു ബീറ്റ സ്ക്വയർ എന്താ ആൽഫ ബീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ സി ബൈ എൻ്റെ സ്ക്വയർ സി സ്ക്വയർ ബൈ എ സ്ക്വയർ. ഇനി നമ്മളുടെ ഇക്വേഷൻ കൊടുക്കാം എക്സ് സ്ക്വയർ മൈനസ് സം ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് സം എന്താ ബി സ്ക്വയർ മൈനസ് 2CA ഡിവൈഡഡ് ബൈ എ സ്ക്വയർ എക്സ് പ്ലസ് സി സ്ക്വയർ ബൈ എ സ്ക്വയർ. ചിലപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാത്തിനും ഒരു എ സ്ക്വയർ കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് സ്ക്വയറിനെ എ സ്ക്വയർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ സ്ക്വയർ എക്സ് സ്ക്വയർ, ഇവിടെ എ സ്ക്വയർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ സ്ക്വയർ ക്യാൻസൽ ചെയ്യാണ്ട് ബി സ്ക്വയർ മൈനസ് 2CA ഇൻറ്റു എക്സ് പ്ലസ് ഇവിടെയും എ സ്ക്വയർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ സ്ക്വയർ ക്യാൻസൽ ആവും. ഓക്കെ, ബാക്കി സി സ്ക്വയർ എന്നുണ്ടാവും. അപ്പോൾ എ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ മൈനസ് 2AC ഇൻറ്റു എക്സ് പ്ലസ് സി സ്ക്വയർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എത്രയാണ് നോക്കുന്നത്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചെയ്തു വരുമ്പോൾ നമുക്ക് ഒരുപാടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കുക. എങ്കിലേ നമുക്ക് പെട്ടെന്ന് സ്റ്റെപ്പുകൾ പെട്ടെന്ന് എഴുതിയാണ്ട് പെട്ടെന്ന് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, സീ യു സൂൺ.